ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണി ആദർശിനെ കാണുവാണ് കേട്ടോ. ആദർശിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തുട്ടാ ആദർശേട്ടാ ഇത് എന്ന് ചോദിച്ച് പൊട്ടിക്കരയുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാനിങ്ങനെയാണോ ആദർശേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു എന്നൊക്കെ ചോദിച്ച് വേണിയുടെ വിഷമം എല്ലാം പറഞ്ഞു പോവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ തളരല്ലേ വേണി, എനിക്ക് ആകെ ആശ്വാസം നീയാ, നിൻ്റെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഉള്ള ധൈര്യവും കൂടെ പോവും എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എത്ര അടി കിട്ടിയാലും അപ്പോഴൊക്കെ ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കും, അപ്പോൾ എൻ്റെ മനസ്സിലൊരു സമാധാനമാണ് എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വേണി പറയാണ്, എൻ്റെ പൊന്നും മത്താപ്പേ, ഞാനിതെങ്ങനെ സഹിക്കുമെന്ന് പറയാം. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതെന്ന് ഓർത്തേ, പക്ഷെ എനിക്ക് തെറ്റിപ്പോയിട്ടോ, നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. അത് കഴിയുമ്പോൾ വേണി പറയുവാണ്, 10 മിനിറ്റ് അല്ലേ ഉള്ളൂ ആദർശേട്ടാ, പെട്ടെന്ന് ഫുഡ് കഴിക്കുക, ഞാൻ ഫുഡ് വാരി തരാമെന്ന് പറഞ്ഞ് ആദർശിന് ഫുഡൊക്കെ വാരി കൊടുക്കുവാണ്. അതൊക്കെ കഴിയുമ്പോൾ വേണി ആദർശിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ സംഭവിച്ചാലും ഉണ്ടല്ലോ ആദർശേട്ടാ, നിങ്ങളെ ഞാൻ പുറത്ത് കൊണ്ടുവരും, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഫുഡൊക്കെ വാരി കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് വേണി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ധ്രുവനെ ഇറക്കാൻ വേണ്ടിയിട്ട് നവീൻ വക്കീലിനെ കൊണ്ട് വരുവാണ്. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ജാമ്യം കിട്ടി, ഇവരെ വിടണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട്, ജാമ്യം കിട്ടിയെന്നുള്ളതൊക്കെ സത്യമാണ്, പക്ഷേ സത്യസന്ധനായ ഒരു പോലീസുകാരൻ്റെ പ്രത്യേകത നിനക്കറിയത്തില്ല, ഇനി നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ഇവനെ ഞാൻ പൂട്ടിയിരിക്കും എന്ന് പറയുവാണ് കേട്ടോ. അതേസമയം നവീൻ പറയുകയാണ്, സാർ അങ്ങനെ പൂട്ടേണ്ട കാര്യമൊന്നുമില്ല, കാര്യം ഷാൻ്റെ ഫോൺ മാത്രമാണല്ലോ ആകെയുള്ള തെളിവ്, അതെന്തായാലും അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് ഇവൻ കുറ്റവാളിയാവണമെന്നില്ലല്ലോ, ആ ഫോൺ കാണാണ്ട് പോയായിരുന്നു എന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ പറയാം, കാണാതെ പോയെങ്കിൽ അതിന് പരാതി കൊടുക്കണമല്ലോ, പരാതി കൊടുത്തിരുന്നു എന്ന് ചോദിക്കുമ്പം നവീൻ പറയാം, ആ കൊടുത്തിരുന്നു, ഇവരൊരു ട്രിപ്പ് പോയിരുന്നു പൊന്മുടിക്ക്, അപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് പരാതി കൊടുത്തേ, 6-ാം തീയതി പരാതി കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരൻ അതിൻ്റെ കോപ്പി വായിച്ചിട്ട് പറയാം, ഗൗരി 7-ാം തീയതി കാണാതായി, നിങ്ങൾ 6-ാം തീയതി ഫോൺ പോയെന്ന് പറഞ്ഞ് പരാതി കൊടുത്തല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി ചിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് നീ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോടാ ഷാനെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഷാൻ പറയും, ആ അറിഞ്ഞായിരുന്നു, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ബബ്ബ വെക്കുവാണ്. അത് ഇവനിടയ്ക്ക് ഫോൺ മറന്നു പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ പരാതി കൊടുത്തായിരുന്നു സാർ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പോലീസുകാരൻ പറയുക, നീയൊക്കെ എന്തൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നാലും നിന്നെയൊക്കെ ഞാൻ പൂട്ടിയിരിക്കും, അതിലൊരു സംശയമില്ല എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന വക്കീൽ പറയാണ്, എന്തായാലും ജാമ്യം കിട്ടിയില്ലേ, ഞങ്ങൾ ഇവരെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് പോലീസ് ധ്രുവനോട് പറയുന്നുണ്ട്, നിന്നെ പൂട്ടാൻ സമയമായിട്ടുണ്ട്, നീ അത് വെയിറ്റ് ചെയ്തിരുന്നോ എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ നവീൻ ബ്രോ പറയുകയാണ്, ആരാണ് നമുക്കെതിരെ കളിക്കുന്നതെന്ന് അറിയത്തില്ല, നിനക്കെതിരെ കളിക്കുന്നവർ എനിക്കെതിരെയും കളിക്കും, ശങ്കറിന് ഗൗരിയെ നഷ്ടപ്പെട്ട ഒരു സന്തോഷത്തിലിരിക്കുമായിരുന്നു, പക്ഷേ ഇത് നമുക്കുള്ള പണിയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ പറയുവാണ്, എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യമുണ്ട്, അല്ലെ ഞാൻ നിന്നെ വീട്ടിൽ ആക്കിയേനേയും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ധ്രുവൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മച്ചാനെ, മച്ചാൻ വന്ന് പുറത്തിറക്കിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ധ്രുവൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഏതൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവണം, ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും അത്രയ്ക്ക് ഇടി കിട്ടിയിട്ടുണ്ട്, പഞ്ചറായിട്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ഷ്യാം പറയുന്നുണ്ട്, ഓ നമുക്ക് ഏതെങ്കിലും വൈദ്യനെ പോയി കാണാം, അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാമെന്നും പറഞ്ഞ് ഇവർ പയ്യെ നടക്കുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ഗൗരി ശങ്കറും കൂടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശങ്കർബായിയുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗൗരിക്ക് മനസ്സിലാവുകയാണ് എന്തോ കണ്ടിട്ടാന്ന് പറഞ്ഞ് ഗൗരി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ ധ്രുവനും കൂട്ടുകാരും കൂടെ ആ വഴിക്ക് വരുവാണ്. ഇത് കണ്ട് ഗൗരി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചെയ്യുന്ന ശങ്കർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ശങ്കർബായി പറയുക, നീ ടെൻഷൻ അടിക്കാതിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, നമുക്കിവിടുന്ന് പയ്യെ പോവാം, ആ ഹെൽമെറ്റ് എടുത്ത് വെച്ച് പോയാൽ പോരെ, ആർക്കും മനസ്സിലാവുകയില്ല, സമാധാനപ്പെട് എന്നൊക്കെ പറയുവാണ്. അതേ സമയത്ത് നമ്മുടെ ധ്രുവനും ഷാനൊക്കെ കൂടെ അവിടെ ചെന്നിരിക്കുവാണ്. ആ സമയത്ത് ധ്രുവൻ പറയുന്നുണ്ട്, എടാ പുഴുങ്ങിയ കോഴിമുട്ട ഉണ്ടോ എന്ന് ചോദിക്കേ എന്ന് പറയുമ്പോൾ കടക്കാരി പറയുകയാണ് ഇല്ലയെന്ന്. ഇത് കേൾക്കുന്ന ശങ്കർബായിക്കും ഗൗരിക്കും ചിരി വരുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുകയാണ്, പഴം പുഴുങ്ങിയതുണ്ടോ എന്ന് ചോദിക്കടാ, അപ്പോഴും ആ പുള്ളിക്കാരി ഇല്ല എന്ന് പറയാം. കുറച്ച് പാലേലും ഉണ്ടോ ചേച്ചി ഈ കടയിൽ എന്ന് ചോദിക്കുമ്പോൾ പാലില്ല, കട്ടൻ ചായ തരാമെന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന ഗൗരിക്കും ശങ്കറിനും ചിരി വരുവാണ്. ആ കട്ടൻ ചായ എങ്കിൽ കട്ടൻ ചായ എന്തേലും താ എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ശങ്കർ ഗൗരിയോട് പറയാം, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നൈസായിട്ട് ആ ഹെൽമെറ്റ് എടുത്ത് വെക്കാം, അത് തലയിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പയ്യെ മുങ്ങാം എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ ശങ്കർബായി പയ്യെ ഗൗരീനെ അവിടെ തൂണ്ട പുറകെ നിർത്തിയിട്ട് 2 ഹെൽമെറ്റും പോയി എടുക്കുവാണ് കേട്ടോ. കടയുടെ അവിടെ വെച്ച് വെക്കുന്നത് 2 ഹെൽമെറ്റും എടുത്ത് 2 പേരും തലയിലൊക്കെ വെക്കുവാണ്. അതേ സമയത്ത്
അവിടെ ശങ്കർബായിയുടെ ബൈക്കിരിക്കുന്നത് കണ്ടിട്ട്, ശങ്കർബായിയുടെ ബൈക്കാന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല, ബൈക്കിരിക്കുന്നത് കണ്ടിട്ട് ധ്രുവൻ പറയാണ്, ഓ ഈ ബൈക്ക് കൊള്ളാം. എന്നിട്ട് ഇങ്ങനെ പയ്യെ പിടിച്ചെഴുന്നേറ്റിട്ട് പറയുകയാണ്, കുറേ അടി കിട്ടിയെങ്കിലും ആകെയുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഗൗരി ഇല്ലാതെ ശങ്കർബായി അലഞ്ഞു നടക്കുന്ന കാര്യം ഓർത്തിട്ടാന്ന് പറയുമ്പോഴേക്കും ഗൗരി ശങ്കറും പരസ്പരം കണ്ണുകൊണ്ട് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ധ്രുവൻ പറയുകയാണ്, ഓ ഇത് കിടുക്കാച്ചി ബൈക്കാന്ന് പറഞ്ഞ് അവർ ബൈക്ക് ഇങ്ങനെ നോക്കി സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം ഗൗരി ശങ്കറും പരസ്പരം പറയുകയാണ്, നമ്മൾ പെട്ടോ, ഇവരെന്തേ ബൈക്കിന് ഇവിടെ നോക്കുന്നേ, മാറുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ശങ്കർ പറയാം, നീ പേടിക്കാതെ, നമ്മളതൊന്നും അവർക്ക് മനസ്സിലാവുകയില്ല, നീ വാ, നമുക്കെന്തായാലും ഹെൽമെറ്റ് വെച്ച് ബൈക്കിൽ കയറി പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ചെന്ന് ബൈക്കിൽ കയറുവാണ് കേട്ടോ, രണ്ടും കൽപ്പിച്ച്. അപ്പോഴത്തേക്കും നമ്മുടെ ധ്രുവൻ പറയാണ്, മച്ചാനെ ഇത് പൊളി ബൈക്കാ എന്ന് പറഞ്ഞിട്ട് ഷാനോടൊക്കെ പറയാം, ശങ്കർബായിയുടെ സ്വഭാവമുള്ള ബൈക്കാ, ഒടുക്കത്തെ പവറാ എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ പെട്ടെന്ന് ശങ്കറിൻ്റെ പോക്കറ്റിൽ നിന്ന് ബൈക്കിൻ്റെ കീ താഴെ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ധ്രുവൻ പയ്യെ പൊന്തി അത് എടുത്തു കൊടുക്കുമ്പോഴത്തേക്കും ബൈക്ക് സ്റ്റാർട്ടാക്കി അവർ പോവുകയാണ്. പോയി കഴിയുമ്പോൾ ധ്രുവൻ പറയാം, ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഒരു പോക്കേ, ഞാൻ ഇത്ര ഇടി കൊണ്ട് മടുത്തിരുന്നിട്ട് അവൻ ആ താക്കോൽ എടുത്തു കൊടുത്തിട്ട് അവനൊരു നന്ദി പറഞ്ഞോ എന്ന് നോക്കിക്കോണേ എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, അത് നേരാ, സമൂഹമൊക്കെ ആകെ മാറിപ്പോയി എന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ. അതേസമയം വൃന്ദ കുറേ ഫോട്ടോ എടുത്ത് കൊടുക്കുവാണ് ശങ്കർബായിയുടെ. ശങ്കർബായി പറയുന്നുണ്ട്, ഞാൻ ഈ ജീൻസും ടീഷർട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ, എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, പക്ഷേ നമുക്കതൊന്നും ഇഷ്ടമില്ല, ഇതിലും നല്ലത് മുണ്ട് ഷർട്ടൊക്കെ തന്നെയാണ് എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും വൃന്ദ പറയാ, ഗൗരിയടത്തി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, യോഗിനി അമ്മയ്ക്കും എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ശങ്കർബായി അതെന്തൂട്ടാന്ന് പറഞ്ഞ് അവിടെ ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ യോഗിനിയമ്മ പറയുകയാണ്, ഗൗരിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയുമ്പോഴേക്കും ശങ്കർബായി പറയാം, ധൈര്യമായിട്ട് പറഞ്ഞോ, പുറത്ത് പോകണമെന്നാണോ, ഇനി ഫുഡ് വേണമെന്നാണോ, എന്താണേലും ഞാൻ സെറ്റാക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ഗൗരി പറയാം, പക്ഷേ ശങ്കർ അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് തരണമെന്ന് പറയുവാണ്. അപ്പോഴേക്കും ശങ്കർബായി പറയുകയാണ്, പിന്നെ നിനക്ക് എന്തുട്ട് വേണേലും ശങ്കർബായി ചെയ്തു തരുമല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ യോഗിനിയമ്മ പറയുവാണ്, എന്തായാലും അവൻ ചെയ്തു തരാമെന്ന് വാക്ക് പറഞ്ഞല്ലോ, ഇനി നീ പറ എന്ന് പറയുമ്പോഴേക്കും ഗൗരി പറയുവാണ്, ശങ്കർബായി SSLC എഴുതി പാസ്സാവണമെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ശങ്കർബായി പറയുകയാണ്, ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയല്ലോ, ഞാനാണെങ്കിൽ സത്യവും ചെയ്തു പോയല്ലോ എൻ്റെ വടക്കുന്നാഥ, ഈ പ്രായത്തിൽ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എൻ്റെ ഗൗരി എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗൗരി പറയുകയാണ്, ശങ്കർബായി എനിക്ക് വാക്ക് തന്നല്ലേ, അപ്പോൾ ശങ്കു ഇനി എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആകെ പെട്ടുപോയ അവസ്ഥയിൽ യോഗിനിയമ്മേനെ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, ഇതൊരു വല്ലാത്ത ചതിയായി പോയിട്ടോ യോഗിനിയമ്മേ, എന്നെ കൊണ്ട് ഇനി ഈ പ്രായത്തിൽ ഇതൊക്കെ കൂട്ടിയാൽ കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ യോഗിനിയമ്മയും പറയുവാണ്, നിന്നെ കൊണ്ട് പറ്റും, എന്തായാലും പറ്റൂടാ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ശങ്കറിനോട് വാക്ക് പറഞ്ഞാൽ ഇനി മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഗൗരീനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്